ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ട്രിപ്പിൾ എയ്റ്റ് മിറാക്കിൾ ഏഞ്ചൽ ടാരോ റീഡിങ്ങിലേക്ക് സ്വാഗതം. എല്ലാവരും പോസിറ്റീവായിരിക്കുക. ഇതൊരു ജനറൽസ് ആണ്, ടൈംലെസ് ആണ്. എപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനുമായി കണക്റ്റ് ആവുന്നത് മാത്രം എടുത്ത് ബാക്കിയൊക്കെ വിട്ടേക്കുക. ഞാനിന്ന് നോക്കുന്നത് അവർക്ക് നിങ്ങളോട് തോന്നുന്നത് ഏത് തരം സ്നേഹമാണ് എന്നാണ് ഞാനിന്ന് നോക്കുന്നത്. അവർക്ക് നിങ്ങളോട് തോന്നുന്നത് എന്ത് തരം സ്നേഹമാണ് എന്നാണ് നോക്കുന്നത്. Knight of Swords, the Wheel of Fortune, Queen of Cups, Eight of Wands, World card, Lovers, Queen of Swords, Devil, Knight of Wands, bottom. നൈറ്റ് ഓഫ് സോഡാണ് ഫസ്റ്റ് തന്നെ. നൈറ്റ് ഓഫ് സോഡ് എന്ന് പറഞ്ഞാൽ ആ വ്യക്തി സ്പീഡിലൊരു കാര്യം സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആ വ്യക്തി കാര്യം നിർവഹിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പീഡ് ചെയ്യണം എന്നുള്ള ഒരു ഇതിലാണ്. ഇതിനുള്ള നിങ്ങളിലേക്ക് സ്പീഡിൽ വരാൻ, അത്രയും സ്പീഡിൽ നിങ്ങളിലേക്ക് എത്തിച്ചേരണം എന്നാണ് ആ വ്യക്തി ആഗ്രഹിച്ച് നിൽക്കുന്നത്. അതിനു വേണ്ടിയിട്ട് എഫേർട്ട് ഇടുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ കാണുന്നത്. എന്തോ ഒരു ആലോചിക്കാതെ നിങ്ങളോട് എന്തോ ഒന്ന് പെരുമാറിപ്പോയിട്ടുണ്ട് ആ വ്യക്തി. അതിൽ ദുഃഖിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ കാണുന്നത്. നിങ്ങൾ തമ്മിൽ എന്തൊക്കെയോ വഴക്കും പ്രശ്നങ്ങളും ഉണ്ടാവുന്നതായിട്ടും, രണ്ടുപേരും തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ചെയ്യുമ്പോൾ തന്നെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതായിട്ടോ അതിലും എല്ലാം ദുഃഖിക്കുന്നതാണ് ആ വ്യക്തി. പ്രശ്നങ്ങൾ വരുന്നു, അതുകൊണ്ട് തന്നെ ആ പ്രശ്നങ്ങളെല്ലാം ഒന്ന് വന്ന് കണ്ടിട്ട് ഒന്ന് എല്ലാം സോൾവ് ആക്കണം ആ വ്യക്തിക്ക്. അതാണ് ആ വ്യക്തി ഇപ്പം ആഗ്രഹിക്കുന്നത്. ഇത്രയും സ്പീഡിലേക്ക് ഒന്നും നോക്കാതെ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ആ വ്യക്തി എഫേർട്ട് ഇടുന്നതാണ്. എന്ത് ചെയ്തിട്ടായാലും നിങ്ങളിലേക്ക് സ്പീഡിൽ എത്തിച്ചേരണം. ആ പ്രശ്നങ്ങളെല്ലാം ഒന്ന് പരിഹരിക്കണം. നമ്മൾ തമ്മിൽ എപ്പോഴും വന്ന് ഒന്ന് സംസാരിക്കാൻ നോക്കുമ്പോഴത്തേക്ക് പ്രശ്നങ്ങളിലേക്ക് അത് തിരിഞ്ഞു പോകുന്നു എന്നാണ് ആ വ്യക്തിയുടെ ദുഃഖം. നെക്സ്റ്റ് വീൽ ഓഫ് ഫോർച്യൂണാണ്. ഒരു ഡെസ്റ്റിനി, വിധിപ്രകാരമാണ് നമ്മൾ ആ വ്യക്തിക്ക് നിങ്ങളോട് തോന്നുന്നത് ഏത് തരം സ്നേഹമാണെന്ന് പറഞ്ഞാൽ ആ വ്യക്തി ചിന്തിക്കുന്നത് ഇത് ഞാനും ഈ വ്യക്തിയും തമ്മിൽ നിങ്ങൾ അത്രയും നല്ലൊരു മനസ്സിനുടമയാണ്, നിങ്ങൾ അത്രക്ക് നല്ല അബണ്ടൻസ് ആണ്, നിങ്ങൾ അത്രക്കും നല്ല എല്ലാം തികഞ്ഞൊരു വ്യക്തിയാണ്. പക്ഷെ എനിക്ക് കിട്ടേണ്ട ഞാൻ അതിന് അർഹനല്ല എന്നാണ് ആ വ്യക്തിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു തോന്നൽ. പക്ഷേ ആ വ്യക്തി ചിന്തിക്കുന്നത് ഇതൊരു വിധിയിൽ, ഒരു ഡെസ്റ്റിനിയിൽ വന്നിട്ട് എനിക്ക് ഭാഗ്യവശാൽ കിട്ടിയതാണെന്നാണ് ആ വ്യക്തി ചിന്തിക്കുന്നത്. അവർക്ക് നിങ്ങളോട് തോന്നുന്ന ആ സ്നേഹം എന്ന് പറഞ്ഞാൽ അത്രയും ഒരു പ്രഷ്യസായിട്ട്, എന്താ പറയുക, എനിക്ക് കിട്ടാവുന്നതിലും എൻ്റെ എന്തോ ഒരു തരത്തിൽ ജന്മത്തിൽ യൂണിവേഴ്സിൻ്റെ വിധിപ്രകാരം വന്ന് എനിക്ക് കിട്ടിയ ഒരു ഭാഗ്യമായിട്ടാണ് ആ വ്യക്തി കാണുന്നത്. വീൽ ഓഫ് ഫോർച്യൂൺ ആ വ്യക്തി ചിന്തിക്കുന്നത് ഒരു ഭാഗ്യമായിട്ട് തന്നെ. ആ വിധിയിൽ ഏതോ അങ്ങനെ വന്ന് പെട്ട ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ എനിക്ക് ഈ വ്യക്തിനെയൊന്നും കിട്ടില്ല, അത്രയും നല്ലൊരു വ്യക്തിയായിട്ടാണ് ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെ ആ വ്യക്തി കാണുന്നത്. എന്നിട്ടും ഞാൻ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും എൻ്റെ വ്യക്തി എന്നെ സ്നേഹിക്കുന്നു. ഇതൊരു മേജർ ആർക്കാന കാർഡ് കൂടിയാണ്. ആ യൂണിവേഴ്സിൻ്റെ ആ ഒരു, എന്താ പറയുക, വിധിപ്രകാരം എനിക്ക് കിട്ടിയ ഒരു അബണ്ടൻസ്, സ്റ്റൈല്, സ്വഭാവം, എല്ലാം കൊണ്ടും നിങ്ങളെ ആ വ്യക്തിക്ക് അത്രക്ക് മതിപ്പാണ്. അത്രയും വിലമതിക്കുന്നതായിട്ടാണ് ആ വ്യക്തിൻ്റെ മനസ്സിൽ. അത്രയും നിങ്ങൾക്ക് ഗുഡ് മാർക്കാണ് ആ വ്യക്തി തരുന്നത്. എന്നിട്ടും എൻ്റെ ഭാഗത്തു നിന്ന് തന്നെയാണ് മിസ്റ്റേക്ക് വന്നത് എന്ന് വെച്ചിട്ട് ദുഃഖിക്കുകയാണ് ആ വ്യക്തി. ഫസ്റ്റ് കാർഡ് നൈറ്റ് ഓഫ് സോഡിൽ ആ വ്യക്തി അത്രയും ദുഃഖിക്കുകയാണ്. എൻ്റെ ഭാഗത്തു നിന്ന് തന്നെയാണ് പിന്നെയും തെറ്റ് വരുന്നത്
എൻ്റെ വ്യക്തി എന്നിട്ടും അത്രയും ഒരു സോഫ്റ്റ് മനസ്സാണ്. ഞാൻ ചെയ്തിട്ടും എന്നോട് അത്രയും പാവം ഒരു സ്വഭാവമായിരുന്നു എന്നെല്ലാം ഓർത്തിട്ട് ആ വ്യക്തി പ്രാർത്ഥിക്കുകയാണ് യൂണിവേഴ്സ്, എൻ്റെ വ്യക്തിയെ എനിക്ക് തന്നെ കിട്ടണം, എന്നിൽ നിന്ന് അകറ്റില്ല എന്ന് പറഞ്ഞിട്ട് ആ വ്യക്തി യൂണിവേഴ്സിനോട് മാനിഫെസ്റ്റ് ചെയ്യാണ്. അപ്പം യൂണിവേഴ്സിൻ്റെ ടൈമിൽ എന്നെ നമ്മളെ ഒന്നിപ്പിക്കുക തന്നെ ചെയ്യുന്ന ആ വ്യക്തിയുടെ മനസ്സ് പറയുന്നു. ഇങ്ങനെയെല്ലാം ഇത്രയും ഒരു നല്ലൊരു വ്യക്തിയെ എനിക്ക് യൂണിവേഴ്സ് കാട്ടി തന്നിട്ടുണ്ടെങ്കിൽ, നമുക്ക് തമ്മിൽ ഒരു ബന്ധം തന്നിട്ടുണ്ടെങ്കിൽ ഇനിയും ആ വ്യക്തിക്ക് ഒരു അവസരം തരും എന്ന് ആ വ്യക്തി പ്രാർത്ഥിക്കുന്നു. നിങ്ങളെ കിട്ടാൻ വേണ്ടി ആ വ്യക്തി വിശ്വസിക്കുന്നു, എനിക്ക് കിട്ടും, യൂണിവേഴ്സ് എനിക്ക് തരും. എന്തൊക്കെയോ പ്രശ്നം കൊണ്ടാണ് അങ്ങനെ പ്രശ്നം ആ വ്യക്തി അറിഞ്ഞുകൊണ്ടല്ല. അപ്പം ആ വ്യക്തി അത് എന്തായാലും കിട്ടും, എനിക്ക് യൂണിവേഴ്സ് ഇനിയും ഒരു അവസരം തരും. ഇങ്ങനെയൊരു വ്യക്തിനെ എൻ്റെ ലൈഫിൽ തന്നിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ മുന്നിൽ തന്നെ എത്തിച്ചു തരുമെന്ന ഒരു നല്ലൊരു ആത്മവിശ്വാസം ആ വ്യക്തിക്ക് ഉണ്ട്. നെക്സ്റ്റ് കാർഡ് ക്യൂൺ ഓഫ് കപ്പാണ്. ഇമോഷൻസാണ്, അത്രയും ഇമോഷൻസാണ് ആ വ്യക്തിക്ക് തോന്നുന്നത് നിങ്ങളോട് സ്നേഹം. എന്നെ എത്ര റെസ്പെക്റ്റ് ആയിട്ടാണ് എൻ്റെ വ്യക്തി എന്നോട് പെരുമാറിയിട്ടുള്ളത്, അതൊക്കെ ആ വ്യക്തി ഓർക്കുമ്പോൾ വല്ലാത്ത ഇമോഷണലി ആ വ്യക്തി വീക്കാവുന്നു. നിങ്ങൾ തമ്മിലുള്ള കണക്റ്റ് അത്രക്കും ഇമ്പോർട്ടൻ്റ് ആയ ഒരു അത്രയും ദൈവികമായ ഒരു കണക്ഷനാണ് എൻ്റെ ലവേഴ്സ് കിട്ടിയിരിക്കുന്നത്. അപ്പം എന്തോ ഒരു തെറ്റ് പറ്റിപ്പോയി, തെറ്റ് ചെയ്തു പോയി എന്നാണ് ആ വ്യക്തിയുടെ ദുഃഖം. അത്രയും അപ്പം ആ ചെയ്തു പോയ തെറ്റിനോടുള്ള മാപ്പ് പറയാൻ ആഗ്രഹിക്കുന്നു. സ്നേഹം വളരെ തോന്നുകയാണ്, അത്രയും സ്നേഹം തോന്നുകയാണ് ആ വ്യക്തിക്ക്. ക്യൂൺ ഓഫ് കപ്പ് അത്രയും അട്രാക്റ്റ് ചെയ്യുന്നു. നിങ്ങളോടുള്ള സ്നേഹം എങ്ങനെ പ്രകടിപ്പിക്കണം ഒന്നും ആ വ്യക്തിക്ക് മനസ്സിലാവുന്നില്ല, അത്രയും സ്നേഹം തോന്നുകയാണ്. ക്യൂൺ കപ്പ് എന്ന് പറഞ്ഞാൽ അത്രയും സ്നേഹം തോന്നുന്നൊരു ടൈമാണ് ആ വ്യക്തിക്ക് ഇപ്പം. നിങ്ങളോട് തോന്നുന്ന സ്നേഹം എന്ന് പറഞ്ഞാൽ ആ ഒരു സ്നേഹം ആ വ്യക്തിക്ക് ആരോടും പറയാനില്ല, ആ വ്യക്തിക്ക് ആരോടും പറയാനില്ല. ആ വ്യക്തിയുടെ സാഹചര്യം അതാണ്. അങ്ങനെയാണ് ഈ നിങ്ങളോട് എന്തോ മിസ്റ്റേക്ക് പറ്റിപ്പോയതും. ആ വ്യക്തിക്ക് വിചാരിച്ച പോലെ നിങ്ങളുടെ അടുത്ത് ഓടിച്ചാടി വരാൻ പറ്റുന്നില്ല, നിങ്ങളോട് പറയാൻ പറ്റുന്നില്ല, മനസ്സിലുള്ളതെല്ലാം ഉള്ളിൽ തന്നെ വെക്കാനേ പറ്റുന്നുള്ളൂ. അതൊക്കെയാണ്. അപ്പം നെക്സ്റ്റ് കാർഡ് 8 ഓഫ് വാണ്ട്സ് ആണ്. സ്പീഡിലൊരു കമ്മ്യൂണിക്കേഷൻ കിട്ടണം ആ വ്യക്തിക്ക്. അതാണ് ഇതൊക്കെ പറയണമെങ്കിലും ചെയ്തത് തെറ്റായിപ്പോയി, എന്തോ ചെയ്തത് തെറ്റായിപ്പോയി, അത് തന്നെയാണ് ആ വ്യക്തി വീണ്ടും വീണ്ടും ദുഃഖിക്കുന്നത്. അത്രയും ഒന്ന് നിങ്ങളോടൊന്ന് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നാണ് ആ വ്യക്തി യൂണിവേഴ്സോട് പറയുന്നത്. ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ വ്യക്തി ചിന്തിക്കുന്നത് എനിക്കൊരു വിധിപ്രകാരം എനിക്ക് കിട്ടിപ്പോയ ഒരു നിധിയാണ്, എന്നിട്ടും അതിനെ ഒരു നല്ല ഇതിൽ സ്നേഹം കൊടുക്കാനോ ഒന്നിനും കഴിഞ്ഞില്ല. അപ്പോൾ അത്രയും ഒരിക്കൽ സംസാരിക്കാൻ എല്ലാം ഒന്ന് പറഞ്ഞൊന്ന് അത്രയും നിങ്ങളുടെ സോളുകൾ തമ്മിൽ അത്രയും കണക്റ്റഡ് ആണ്, യൂണിവേഴ്സ് കൂട്ടിച്ചേർത്തതാണ് എന്നുള്ളത് അച്ചട്ടായിട്ട് ആ വ്യക്തിക്ക് മനസ്സിലാവുന്നത്. എന്ത് തരം ബന്ധമാണെന്നത് ആ വ്യക്തിക്ക് നിങ്ങളോട് തോന്നുന്ന സ്നേഹത്തിൻ്റെ ആഴം എന്താണെന്നുള്ളത് ആ വ്യക്തിക്ക് ഒരുപാട് ആ വ്യക്തി ഇങ്ങനെ ചിന്തിച്ചു. പിന്നെ എങ്ങനെ വന്നു പെട്ടു, എനിക്ക് എങ്ങനെ ഒരു ബന്ധം കിട്ടി. അപ്പം യൂണിവേഴ്സ് കൂട്ടിച്ചേർത്തതാണെന്ന് ആ വ്യക്തിക്ക് അച്ചട്ട മനസ്സിലായിട്ടുണ്ട്. അല്ലാണ്ട് ഇങ്ങനെയൊരു വ്യക്തിനെ എൻ്റെ ലൈഫിൽ ഞാൻ അതൊന്നും അർഹിക്കുന്നില്ല, ഞാൻ അത്രയും ഒരു വ്യക്തിയെ ഞാൻ അർഹിക്കുന്നില്ല എന്നാണ് ആ വ്യക്തിക്ക് തോന്നുന്നത്. അപ്പം ആ വ്യക്തി തന്നെ മനസ്സിലാക്കുന്നത് ഒരു യൂണിവേഴ്സ് കൂട്ടിച്ചേർത്ത എൻ്റെ വിധിപ്രകാരം എത്തിപ്പെട്ട ഒരു വ്യക്തിയാണ്. അത്രയും ഒരു മനസ്സമാധാനം നിങ്ങളെ കൂടെ നിൽക്കുമ്പോൾ ആ വ്യക്തിക്ക് വല്ലാത്ത എന്തൊക്കെ ലൈഫിൽ പ്രശ്നങ്ങളും തേർഡ് പാർട്ടി പ്രശ്നങ്ങളും എന്തൊക്കെ പ്രശ്നങ്ങളുടെ കൂടെ കടന്നു പോയാലും നിങ്ങളെ തമ്മിൽ കണ്ടുമുട്ടിയപ്പം ആ വ്യക്തി അനുഭവിച്ച ആ ഒരു മനസ്സിൻ്റെ ആ ഒരു സന്തോഷം എവിടെ നിന്നില്ലാത്ത ആ വ്യക്തിക്ക് എന്തോ ഒരു അംഗീകാരം കിട്ടിയ പോലെ ആ വ്യക്തിക്ക് തന്നെ മനസ്സിലാവുന്നില്ല എന്താണിങ്ങനെ അത്രയും ഒരു ദൈവികമായ ഒരു കണക്ഷനായിട്ട് ആ വ്യക്തി മനസ്സിലാക്കുന്നു നിങ്ങളാണ്. എന്തുതരം എന്താണെന്ന് പറഞ്ഞാൽ അത്രയും യൂണിവേഴ്സ് തന്നെ എനിക്ക് കൊണ്ടുതന്ന ഒരു അത്രയും നല്ലൊരു വിലമതിക്കാത്ത ഒരു നിധിയായിട്ടാണ് ആ വ്യക്തി നിങ്ങളെ കാണുന്നത്. നെക്സ്റ്റ് കാർഡ് വേൾഡ് കാർഡ്. എല്ലാ ഉദ്ദേശിച്ച നേട്ടവും ആ വ്യക്തി നേടിയെടുക്കാനുള്ള ഒരു ചങ്കൂറ്റം കിട്ടി ആ വ്യക്തിക്ക്. ഈ വേൾഡ് തന്നെ കീഴടക്കാൻ എനിക്ക് കഴിയും എന്നുള്ള ഒരു ആത്മവിശ്വാസം എല്ലാം ആ വ്യക്തിക്ക്
നിങ്ങളിലൂടെ ആ വ്യക്തിക്ക് കിട്ടിയെന്നാണ് ആ വ്യക്തിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആ വ്യക്തി ഈ ലോകത്ത് കാണുന്നത് നിങ്ങളെ തന്നെ. അത്രയും നിങ്ങൾക്ക് സ്നേഹം തരണം. എങ്ങനെയെല്ലാം സ്നേഹിക്കണം ആ വ്യക്തിക്ക് മനസ്സിലാവുന്നില്ല. ജീവിതാവസാനം വരെയും നിങ്ങളെ അത്രയും സ്നേഹം തന്ന് മുന്നോട്ട് കൊണ്ടുപോകണം എന്നെല്ലാം ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് മനസ്സിൽ ചിന്തിക്കുന്നത്. നെക്സ്റ്റ് കാർഡ് ലവേഴ്സാണ്. അപ്പം അവർക്ക് നിങ്ങളോട് തോന്നുന്നത് ഏതുതരം സ്നേഹമാണ്? നിങ്ങൾ യൂണിവേഴ്സിൻ്റെ തന്നെ കപ്പിൾസാണ്. അത്രയും സോളുകൾ തമ്മിൽ ഒന്നാണ്. നിങ്ങൾ ആ വ്യക്തിക്ക് കൊടുക്കുന്ന ആ സ്നേഹം കൊടുക്കുന്ന രീതി, ആ വ്യക്തിക്ക് അത് ഓർക്കുമ്പോൾ അത്രയും ചിരി വരിക. അത്രയും തമ്മിൽ അട്രാക്ഷനാണ്. സോളുകൾ തമ്മിൽ അത്രയും അട്രാക്ഷനാണ്. ഇമോഷൻ ബോണ്ടിങ് വെരി ഡീപ്പാണ്. ലവേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിനപ്പുറത്തൊരു ലവില്ല. എന്ത് തരം തേർഡ് പാർട്ടി ഉണ്ടെങ്കിലും അതൊക്കെ പമ്പ കിടക്കും എന്നുള്ളത് ഉറപ്പാണ്. ലവേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് പ്രശ്നം വന്നാലും യൂണിവേഴ്സ് നിങ്ങളെ കൂടെ ഉണ്ടാവും എന്നാണ്. ഒരു ആത്മീയ ബന്ധം, ആകർഷണമായ ഒരു ശക്തി, ഒരു ആകർഷണമായ ശക്തിയാണ് നിങ്ങളെ തമ്മിൽ വലിച്ചടിപ്പിക്കുന്നത്. എന്താണ് ഇങ്ങനെ നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റ് ആയി കഴിഞ്ഞാലും പിന്നെ മറക്കാൻ പറ്റുന്നില്ല. വീണ്ടും ഓർമ്മകൾ ഇങ്ങനെ കൂടി വരും. എത്ര വർഷം കഴിഞ്ഞിട്ട് അങ്ങനെ സെപ്പറേറ്റ് ആയി നിന്നാലും മിസ്സിങ് ആണ്. എപ്പോഴും ഇങ്ങനെ മിസ് ചെയ്തുകൊണ്ടിരിക്കുക. അതേപോലെ ഹൃദയമിടിപ്പ് തന്നെ അതാണ്, നിർത്താതെയുള്ള. അപ്പം ആ വ്യക്തി എന്തുതരം ബന്ധമാണെന്ന് പറഞ്ഞാൽ ഒരു സ്പിരിച്വൽ വേൾഡിലായിട്ട് അങ്ങനെ യൂണിവേഴ്സിൻ്റെ ആയിട്ട് കിട്ടിയതാണെന്നാണ് ആ വ്യക്തി മനസ്സിലാക്കുന്നത്. എന്തുതരം ബന്ധമാണെന്ന് പറഞ്ഞാൽ ഒരു ആത്മാക്കൾ തമ്മിലുള്ള ഒരു ബോണ്ടിങ്. നിങ്ങൾക്ക് തമ്മിൽ പിരിഞ്ഞു പോകണമെന്ന് വിചാരിച്ചാലും അത് കഴിയില്ല. എത്ര പിണങ്ങിപ്പോയാലും ആ വ്യക്തി പറയുന്നത് എന്നിൽ തന്നെ വന്നു ചേരും ആ വ്യക്തി എന്നാണ് ആ വ്യക്തി ഉറച്ചു വിശ്വസിക്കുന്നത്. ആ വ്യക്തി എത്ര ദേഷ്യമായി മാറി നിന്നാലും നിങ്ങളാണ് ആ വ്യക്തിയുടെ സ്പെഷ്യൽ. എത്രയങ്ങ് ഈഗോയെല്ലാം പിടിച്ച് നിന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ സ്പെഷ്യൽ നിങ്ങൾ തന്നെയാണ്. എത്ര ഈഗോ പിടിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും ആ വ്യക്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ വ്യക്തി ആകെ ഈ ലോകത്ത് ആ വ്യക്തിയുടെ കണ്ണൊരിക്കൽ നനഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ ഓർത്തിട്ടാണ്. നിങ്ങൾ യാത്ര ചെയ്യുമ്പോഴും നിങ്ങളെപ്പോലുള്ള ആളെ കാണുമ്പോഴും അപ്പോൾ ആ വ്യക്തിയുടെ കണ്ണ് അങ്ങ് നിറഞ്ഞു പോകുന്നൊരവസ്ഥയാണ്. ആ വ്യക്തിയുടെ ഇന്ന് വരെ ഒരു കണ്ണ് നനയാത്തൊരു ഈഗോയിലുള്ളൊരു വ്യക്തിയാണ്. പക്ഷേ നിങ്ങളെ ഓർക്കുമ്പോഴാണ് ആ വ്യക്തിയുടെ കണ്ണ് ആദ്യമായി നനഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി ഓർക്കുന്നു. യാത്രയിലെല്ലാം നിങ്ങളെപ്പോലത്തെ ഡ്രസ്സിങ് സ്റ്റൈലെല്ലാം കാണുമ്പം ആ വ്യക്തിയുടെ കണ്ണ് നനഞ്ഞു പോകും എന്നാണ് ആ വ്യക്തി ഓർക്കുന്നത്. അപ്പം അങ്ങനെയുള്ളൊരു ദൈവികമായ ഒരു ആത്മബന്ധം, ആത്മാക്കൾ തമ്മിലുള്ള ഒരു ബോണ്ടിങ്, ആ ബന്ധം, അതാണ് ഇവിടെ കാണുന്നത്. അപ്പം ആ വ്യക്തി മനസ്സിലാക്കുന്നത് ഇത്രയും നല്ലൊരു പ്രഷ്യസായ ഒരു വ്യക്തിയെ എനിക്ക് യൂണിവേഴ്സ് തന്നെ തന്നതാണെന്ന് ആ വ്യക്തി ഉറച്ചു വിശ്വസിക്കാം. എനിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലതാണ് എനിക്ക് യൂണിവേഴ്സ് തന്നത്. നെക്സ്റ്റ് കാർഡ് ക്യൂനോസോഡാണ്. ഒരു തേർഡ് പാർട്ടി കാർഡ് കൂടിയാണ്. ഈ വ്യക്തി എന്ന് പറഞ്ഞാൽ അത്രക്കും സത്യസന്ധനായ ഒരു വ്യക്തിയാണ്. ആ വ്യക്തി അത്രയും എന്തൊക്കെ പ്രശ്നം വന്നാലും നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചതെന്നുള്ള ഒരു ക്ലാരിറ്റിയോടുകൂടെ നിങ്ങളിൽ വന്നു ചേരണം. നിങ്ങളോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയണം, എന്താണ് ഇവിടെ സംഭവിച്ചത് എന്നതല്ല. അതാണ് ആ വ്യക്തി ഒരുപാട് അതിനു വേണ്ടി ആ വ്യക്തി എഫേർട്ട് ഇടുന്നുണ്ട്. അതിൻ്റെ എല്ലാം എന്തിനു വേണ്ടിയാ? നിങ്ങളിലേക്ക് എത്തിച്ചേരാനും നിങ്ങൾക്ക് മനസ്സിലുണ്ടായ ആ ഡൗട്ടും എല്ലാം മാറ്റി ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് തരണം എന്നാണ്. അപ്പം ഇവിടെ ഡെബിളാണ് നെക്സ്റ്റ് കാർഡ്. അപ്പം ആ വ്യക്തി ആ ഡെബിളിൻ്റെ മായിക ലോകത്ത് പെട്ടിട്ട് ആ വ്യക്തി എന്തൊക്കെയോ സംഭവിച്ചു. ആ വ്യക്തിക്ക് തന്നെ മനസ്സിലാവുന്നില്ല എന്താണ് ഇവിടെ സംഭവിച്ചത്. എന്തൊക്കെയോ ഡെബിളിൻ്റെ പിടിയിലായിപ്പോയിരുന്നു. അപ്പം ആ വ്യക്തി അതിനെല്ലാം
ഇതൊന്നും ഞാൻ അറിഞ്ഞു ചെയ്തതല്ല എന്നെല്ലാം പറഞ്ഞ് നിങ്ങളെ ഒന്ന് സമാധാനിപ്പിക്കണം ആ വ്യക്തിക്ക്. അതാണ് ബോട്ടം കിട്ടിയിരിക്കുന്നത് 9 of Wands ആണ്. വലിയ ഇഷ്ടം. ഇനി ഒരു കമ്മിറ്റ് ആയാൽ ആ വ്യക്തി ഒരിക്കലും ഈ ലൈഫിൽ നിന്ന് വിട്ടുപോവില്ല എന്ന് ആ വ്യക്തി ഉറപ്പിച്ച് നിങ്ങളോട് പറയാണ്. ഇതെല്ലാം വന്ന് പറയണം. അത്രയും അഭിമാനത്തോടു കൂടെ നിങ്ങളെ കിട്ടിയതിൽ ആ വ്യക്തിക്ക് അത്രയും അഭിമാനമാണ്. അതൊക്കെ നിങ്ങളോട് തന്നെ നേരിട്ട് പറയണം ആ വ്യക്തിക്ക്. ഈഗോ ഒന്നുമില്ല ഇപ്പോൾ ആ വ്യക്തിക്ക്. ഡബിളിൻ്റെ വലയിൽ നിന്ന് പിടിയിൽ നിന്ന് പൊട്ടിച്ച് നിങ്ങളിലേക്ക് ആ വ്യക്തിക്ക് എത്തിച്ചേരണം. അതാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. ഇത്രയും നിങ്ങളോടുള്ള ആ ഒരു സ്നേഹമാണ് ഇവിടെ കാണുന്നത്. ക്ലാരിഫിക്കേഷൻ നോക്കട്ടെ. ആ വ്യക്തിയുടെ ലൈഫിൽ വേറെ ഒരു പ്രയോറിറ്റി കൂടി ഉണ്ട്. ഒന്നുകിൽ ആ വ്യക്തിയുടെ കുടുംബമാവാം, അല്ലെങ്കിൽ ജോലിയാവാം, എന്തോ ഒരു നിങ്ങളുമുണ്ട്. ഇത് രണ്ടും ബാലൻസ് ചെയ്ത് ആ വ്യക്തിക്ക് കൊണ്ടുപോകണം. രണ്ടും വിടാൻ പറ്റില്ല. അതാണ് ആ വ്യക്തിയുടെ പ്രശ്നത്തിൻ്റെ കാരണം കേട്ടോ. ഒരുപാട് ചോയ്സ് ഉള്ള വ്യക്തിയാണ്. ഒരുപാട് ചോയ്സ് ഉണ്ട്. പക്ഷേ ഇതുവരെ ഇങ്ങനത്തെ ഒരുപാട് ചോയ്സ് ഉണ്ടെങ്കിലും ആ വ്യക്തി അതിലൊന്നും ഒരു ഇമ്പോർട്ടൻ്റ് കൊടുത്തിട്ടില്ല. പക്ഷേ നിങ്ങളെന്ന വ്യക്തി ആ വ്യക്തിയുടെ ലൈഫിലെ ഒരു സ്പെഷ്യലാണ് എന്നാണ് ആ വ്യക്തി പറയുന്നത്. ഇതുവരെ ആരെന്ത് പ്രപ്പോസ് ചെയ്താലും അതിനെല്ലാം അങ്ങോട്ട് വിട്ട് ആ വ്യക്തിക്ക് അതൊന്നും മനസ്സിലേക്കേ ടച്ചാവില്ല. പക്ഷേ നിങ്ങളെന്ന വ്യക്തി അതിലൊരു സ്പെഷ്യലാണ് എന്നാണ് ആ വ്യക്തി ചിന്തിക്കുന്നത്. അപ്പം ആ വ്യക്തിക്ക് ഇതെല്ലാം ഇത് രണ്ടും ഒന്നുകിൽ ആ വ്യക്തിയുടെ ജോലിയാവാം, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ കുടുംബമാവാം, എന്താണോ നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് എടുക്കുക. അപ്പം അത് രണ്ടും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം ആ വ്യക്തിക്ക്. അതാണ് ആ വ്യക്തിയുടെ ഇപ്പോൾ ഉള്ള ആ ഒരു ഇത്. രണ്ടും ആ വ്യക്തിക്ക് വേണ്ടതാണ്. രണ്ടും ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. അപ്പം അതാണ് ആ വ്യക്തി കാണിക്കുന്നത്. നിങ്ങൾ കൊടുത്ത ആ സ്നേഹത്തിൽ ആ വ്യക്തി സറൻ്റാണ്. അത്രയും നിങ്ങൾ കൊടുത്ത ആ സ്നേഹത്തിൽ ആ വ്യക്തിക്ക് വേറെ ഒന്നും പറയാനില്ല. അത്രക്ക് 2 of Cups ആണ് നെക്സ്റ്റ് കാർഡ്. അപ്പം നിങ്ങൾ തമ്മിലുള്ള ആ സ്നേഹം എന്ത് തരം സ്നേഹമാണെന്ന് പറഞ്ഞാൽ 2 of Cups ആണ്. രണ്ടുപേർക്കും ഒരുപോലെയാണ് അട്രാക്റ്റ് തോന്നുന്നത്. ആ വ്യക്തിക്ക് നിങ്ങളോട് തോന്നുന്നത് എന്താണെന്നുള്ളത് അതെന്താണെന്നുള്ള കണ്ടെത്തലാണ് ആ വ്യക്തി. ആ വ്യക്തിക്ക് ക്ലാരിറ്റി തേടിയിട്ടാണ് ആ വ്യക്തി നിൽക്കുന്നത്. എന്തു തരം ബന്ധമാണിത്. അപ്പം രണ്ടുപേർക്കും ഒരുപോലെയാണ്. മിററിംഗ് ആണ്. യൂണിവേഴ്സ് തന്നെ കൂട്ടിച്ചേർത്ത ഇണകളാണ് നിങ്ങൾ. അതാണ് ആ ബന്ധത്തിൻ്റെ ശക്തി, അതിൻ്റെ ആഴം. അത് അത്രയും വിലമതിക്കാത്ത ഒരു സ്നേഹമാണ്. ആത്മാക്കൾ തമ്മിലുള്ള ആകർഷണം. ലവേഴ്സും 2 of Cups രണ്ടും നിങ്ങൾക്കിനി ഏത് ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് എന്നാണ് നോക്കുന്നത്. ലക്ഷ്മി മാതാവാണ് നിങ്ങൾക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ആർക്കല്ലോ നല്ല അബണ്ടൻസും ഒരുപാട് സക്സസ് വരാൻ പോകുന്നു എന്നാണ് ലക്ഷ്മി മാതാവ് പറയുന്നത്. നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നതെന്നാണ് നോക്കുന്നത്. ഐ റിഗ്രറ്റ് ലേയിങ് ടു യു. നിന്നോട് കള്ളം പറഞ്ഞു പോയതിൽ ദുഃഖിക്കുന്നു. എന്തോ ഒരു കള്ളം പറഞ്ഞു പോയിട്ടുണ്ട്. സം ടൈം ഐ സ്റ്റേ അവേക്കിംഗ് തിങ്കിങ് അബൌട്ട് യു. ഞാൻ നിന്നെ കുറിച്ച് ഓർത്താണ് ഉണരാറ്. ഐ വിഷ് ഐ കുഡ് ടേക്ക് ബാക്ക് മൈ വേർഡ്സ്. എൻ്റെ വാക്കുകൾ തിരിച്ചെടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഐ നോ ഐ വാസ് എ ഡിസ്ട്രാക്ഷൻ ഫ്രം യുവർ പെയിൻ.
നിന്റെ വേദന ഞാൻ മനസ്സിലാക്കിയില്ല. കാസർഗോഡ് എ, മലപ്പുറം ജി, രേവതി അക്കൗണ്ടന്റ്, അനിഴം ആർ, സ്ലിം ബോഡി ലോങ് ഹെയർ, പൂരുട്ടാതി ഡ്രൈവർ, 10 വീക്ക് റിംഗ്, കോഴിക്കോട് ഡി, ഐ കൊല്ലം, പൂരാടം ടിൻ ഫ്ലൈം, എറണാകുളം എൽ, ചതയം ഗൾഫ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണൂ കേട്ടോ. താങ്ക് യു.